ഹലോ, മൂന്നാം ക്ലാസ്സിൽക്കായുള്ള ഓൺലൈൻ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പീരീഡിലേക്ക് ഏവർക്കും സ്വാഗതം. എത്ര തരം പൂക്കൾ എന്നതാണ് ഈ പീരീഡിനുള്ള പേര്. ഏത് പാഠമാണെന്നറിയില്ലേ? പൂത്തും തളിർത്തും. ഒന്നാമത്തെ പാഠമായ പൂത്തും തളിർത്തും എന്ന പാഠമാണ്. ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഉടൻ തന്നെ കാണുക. അതിനുശേഷം ഈ വീഡിയോ കാണാം. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? പൂത്തും തളിർത്തും എന്ന പാഠമാണ്. പരിസര പഠനത്തിലെ ഒന്നാമത്തെ പാഠമാണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമുക്കൊരു ഹോംവർക്ക് തന്നിരുന്നു അല്ലേ? ഹോംവർക്ക് എല്ലാവരും ചെയ്തുവോ? എന്തായിരുന്നു ഹോംവർക്ക്? സസ്യങ്ങളെ മരങ്ങൾ, ചെറിയ ചെടികൾ, വള്ളിച്ചെടികൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് പട്ടികപ്പെടുത്താനായിരുന്നു ഹോംവർക്ക് അല്ലേ? എല്ലാവരും ചെയ്തിട്ടുണ്ട് വിചാരിക്കുന്നു. പലരും വാട്സപ്പിലൂടെ മാഷിന് അയച്ചു തന്നിരുന്നു. എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ടാണ് ഹോംവർക്ക് ചെയ്യുന്നത്. വെരി ഗുഡ് കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എത്ര തരം പൂക്കൾ എത്ര തരമുണ്ട്? എല്ലാ പൂക്കളും ഒരേപോലെയാണോ? ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് എത്ര തരം പൂക്കളുണ്ടെന്ന് കണ്ടെത്തുക. പൂക്കളുടെ പേര് അറിയാത്തവയുണ്ടെങ്കിൽ മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം അത് നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, അപ്പോൾ ചുറ്റുപാട് നിരീക്ഷിക്കാൻ റെഡി ആയിക്കോളൂ. ഇനി ഈ വീഡിയോ പോസ് ചെയ്ത ശേഷം വീടിന് ചുറ്റും നിരീക്ഷിച്ച് ആവശ്യമെങ്കിൽ അടുത്ത വീട്ടിലെ പൂക്കളും വേണമെങ്കിൽ നിരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വീഡിയോ പോസ് ചെയ്ത ശേഷം നിങ്ങളുടെ വീട്ടിന് ചുറ്റുമുള്ള എത്ര തരം പൂക്കളുണ്ട്, അവയുടെ പേരെന്താണെന്നുള്ളത് നോട്ടിൽ എഴുതുക. ഓക്കെ, അതുപോലെ തന്നെ അവയുടെ ഫോട്ടോ എടുക്കാനും മറക്കരുത്. ആ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വീടിനടുത്തൊന്നും പൂക്കളൊന്നും ഇല്ല, കുറവാണ് എങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീടുകളിൽ പോയി നോക്കി അവിടെ പൂക്കളെല്ലാം നിരീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? നോട്ട് പുസ്തകം, പേന, പിന്നെ ഫോട്ടോ എടുക്കാനുള്ള മൊബൈൽ ഫോൺ. ഇതെല്ലാം കൊണ്ടുപോയിട്ട് സാവധാനം നിരീക്ഷിച്ച് ശ്രദ്ധയോടെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. മനസ്സിലായല്ലോ? നിങ്ങളെടുത്ത ഫോട്ടോയും പൂക്കളുടെ പേരും നിങ്ങളുടെ അധ്യാപകയ്ക്ക് അയച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. കേട്ടല്ലോ എല്ലാവരും? ഇനി വീഡിയോ പോസ് ചെയ്തോളൂ. ബാക്കി ചുറ്റുപാട് നിരീക്ഷിച്ച് വന്ന ശേഷം മാത്രം ബാക്കി വീഡിയോ കാണുക. എല്ലാവരും വേഗം പോയിട്ട് വരൂ. അപ്പോൾ എല്ലാവരും പൂക്കൾ നിരീക്ഷിച്ച് വന്നല്ലോ അല്ലേ? നിങ്ങൾ എത്ര തരം പൂക്കളെ കണ്ടിട്ടുണ്ട്? അധികമൊന്നും കാണാൻ കഴിയാത്തവർ സങ്കടപ്പെടണ്ട. മാഷ് കണ്ടിട്ടുള്ള കുറച്ച് പൂക്കളുടെ ചിത്രങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, മനോഹരമായ കുറേ പൂക്കളുടെ ചിത്രങ്ങളാണ്. മാഷ് എടുത്ത ഒത്തിരി ചിത്രങ്ങളുണ്ട്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ കാണൂ. നിങ്ങൾക്കറിയാത്ത പൂക്കളുടെ പേരുകൾ നിങ്ങളുടെ ചേട്ടന്മാരോടോ ചേച്ചിമാരോടോ അമ്മയോടോ ചോദിച്ച് മനസ്സിലാക്കണേ.
എത്ര മനോഹരമായ പൂക്കളാണല്ലേ. നിങ്ങളും ഇതുപോലത്തെ പൂക്കളെല്ലാം കണ്ടുവോ? നിങ്ങളുടെ ചുറ്റുപാടും ഈ പൂക്കളെല്ലാം ഉണ്ടോ? എന്തായാലും നിങ്ങളുടെ ലിസ്റ്റിനോടൊപ്പം ഈ പൂക്കളുടെ പേരുകൾ കൂടി എഴുതി ചേർക്കാൻ മറക്കരുത്. ഇതിൽ കാണുന്ന എല്ലാ പൂക്കളുടെ പേരുകൾ എഴുതിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് പൂക്കളുടെ പേരുകൾ കൂടി എഴുതണം. ഇനി നോക്കൂ, എല്ലാ പൂക്കളും ഒരേപോലെയാണോ? ഒരേ നിറത്തിലുള്ളവയാണോ കാണുന്നത്? നോക്കൂ, എല്ലാ പൂക്കളും ഒരേ ആകൃതിയിലുള്ളതാണ്, ഒരേ നിറത്തിലുള്ളവയാണോ? അല്ല അല്ലേ, പല നിറത്തിലും പല ആകൃതിയിലുമുള്ള പൂക്കളാണ്. പല പല നിറങ്ങളിലും പല പല ആകൃതിയിലുമുള്ള പൂക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ. ഇനി നോക്കൂ, ഇനി കുറച്ച് പൂക്കളുടെ ചിത്രങ്ങൾ കൂടി മാഷ് കാണിക്കാം. ശ്രദ്ധയോടെ ഈ പൂക്കൾ വീക്ഷിക്കൂ. ശ്രദ്ധയോടെ കാണണേ. 3 തരം പൂക്കളാണ് കാണുന്നത്. ഒന്ന് മുല്ല, പിന്നൊന്ന് കണിക്കൊന്ന, പിന്നെ കാണിക്കാൻ പോകുന്നത് തുമ്പപ്പൂ. ഏതൊക്കെയാണ്? മുല്ല, കണിക്കൊന്ന, തുമ്പപ്പൂ. അങ്ങനെ 3 തരം പൂക്കളാണ് കാണിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്ന് കണ്ടെത്തി പറയൂ. മുല്ലയുടെയും കണിക്കൊന്നയുടെയും തുമ്പപ്പൂവിൻ്റെയും എന്താണ് പ്രത്യേകത? ഈ പൂക്കളെല്ലാം ഒരു കളറിലാണ് കാണാറുള്ളത് അല്ലേ. മുല്ലപ്പൂ എല്ലാം വെള്ള കളറിലാണ് കാണാറ്. തുമ്പപ്പൂവും വെള്ള കളറിൽ മാത്രമേ കാണാറുള്ളൂ. അതുപോലെ കണിക്കൊന്നയാണെങ്കിലോ സ്വർണ്ണ നിറത്തിൽ അല്ലേ, മഞ്ഞ നിറത്തിലുള്ള കണിക്കൊന്നകളാണ് നാം കാണാറ്. ഇവയെല്ലാം ഒറ്റ നിറത്തിലല്ലേ കാണുകയുള്ളൂ. എന്നാലുണ്ട് ചില പൂക്കൾ പല നിറത്തിൽ കാണാറുണ്ട്. നോക്കൂ, റോസാപ്പൂ ഇല്ലേ. റോസാപ്പൂ ഏതൊക്കെ കളറിലാണ് കാണാറ്? നിങ്ങളുടെ വീട്ടിലുണ്ടോ പലതരത്തിലുള്ള റോസാപ്പൂ? പല നിറത്തിലുള്ള റോസാപ്പൂ. മഞ്ഞ നിറത്തിൽ റോസാപ്പൂ ഉണ്ട്, ചുവപ്പിലുണ്ട്, റോസ് കളറിൽ റോസാപ്പൂ ഉണ്ട്. പിന്നെ ഏതൊക്കെ നിറത്തിൽ റോസാപ്പൂ കാണാറുണ്ട്? പല നിറത്തിലാണ് റോസാപ്പൂ കാണാറ്. ഇനി വേറെ ഏതൊക്കെ പൂക്കൾ ഇതുപോലെ പല നിറത്തിൽ കാണാറുണ്ട്? ചെമ്പരത്തി. നോക്കുക, 5 തരം 5 കളറിലുള്ള ചെമ്പരത്തിയാണ്. നോക്കൂ, ഓരോന്നും ഒന്നിനൊന്ന് ചന്തമുള്ള ചെമ്പരത്തി പൂവാണല്ലേ. ഇനി നോക്കൂ, അടുത്തത് 10 മണിപ്പൂവും 8 മണിപ്പൂവും ഒക്കെ കാണാറില്ലേ. ഇതും അതുപോലെ പല നിറത്തിലുള്ള 10 മണിപ്പൂവും 8 മണിപ്പൂവാണ് ഉണ്ടാവാറ് അല്ലേ. ഇനി അതുപോലെ ചെണ്ടുമല്ലിയും എങ്ങനെയാണ്? പല നിറത്തിലാണ് ചെണ്ടുമല്ലി കാണാറുള്ളത്. നോക്കൂ, ഏതൊക്കെ തരത്തിലാണ് ഏതൊക്കെ നിറത്തിലുള്ള ചെണ്ടുമല്ലിയാണ്. നോക്കൂ, ഇതുപോലത്തെ ചെണ്ടുമല്ലിയിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ എല്ലാ നിറത്തിലുള്ളതില്ലെങ്കിലും ചില നിറങ്ങളിൽ വൈവിധ്യമാർന്ന നിറങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇനി നോക്കൂ, അടുത്തത് താമര. ഇത്ര തരം താമരകളാണ്, എത്ര നിറത്തിലാണുള്ളത്? 12ഓളം നിറത്തിലുള്ള വൈവിധ്യമാർന്ന താമരപ്പൂക്കളാണ് അല്ലേ. ഇതുപോലെ പല നിറത്തിലുള്ള ഒരേ പൂക്കൾ പല നിറത്തിൽ നമുക്ക് ചുറ്റും കാണാറുണ്ട് അല്ലേ. അവയെല്ലാം നമുക്കൊന്ന് തരംതിരിച്ച് നോക്കിയാലോ. ഒരു നിറത്തിലുള്ളവ, പല നിറത്തിലുള്ളവ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് തരംതിരിക്കുക നോക്കാം. അപ്പോൾ ഒരു പട്ടിക തന്നിട്ടുണ്ട് നമ്മൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക കൂടുതൽ പൂക്കളുടെ പേരെഴുതി ചേർക്കൂ. നോക്കൂ, പട്ടികയിൽ എന്താണ് ആദ്യത്തെ ഭാഗത്ത്? പല നിറത്തിൽ കാണപ്പെടുന്ന പൂക്കൾ. അടുത്ത ഭാഗത്തോ? ഒരു നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പൂക്കൾ. പല നിറത്തിൽ കാണപ്പെടുന്ന പൂക്കൾ ഏതൊക്കെയാണ്? ചെമ്പരത്തി, റോസ് എന്നിവയാണ് ഈ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഒരു നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പൂക്കൾ ഏതൊക്കെയാണ്? തുമ്പ, മുല്ല എന്നിവയാണ്. ഇനി ഏതൊക്കെയാണ് പല നിറത്തിൽ കാണപ്പെടുന്ന പൂക്കൾ? ചെണ്ടുമല്ലിയുണ്ട് അല്ലേ, പിന്നെയോ താമര. അങ്ങനെ ഒത്തിരി പൂക്കളുണ്ട് പല നിറത്തിൽ കാണപ്പെടുന്നത്. ഈ പട്ടികയിലുള്ള ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ പൂരിപ്പിച്ച് ചെയ്യണം. അതാണ് ഹോംവർക്ക്. ഹോംവർക്ക് എന്താണെന്ന് നോക്കൂ. നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റിലുള്ള പൂക്കളെ ഈ പട്ടികയിൽ പൂരിപ്പിക്കുക. ഒരേ നിറത്തിലുള്ളവ, പല നിറത്തിലുള്ളവ. എന്താണ് ഹോംവർക്ക്? നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റിലുള്ള പൂക്കളെ ഈ പട്ടികയിൽ എഴുതി പൂരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലൊരു പട്ടിക ആദ്യം നോട്ട് ബുക്കിൽ വരച്ച ശേഷം ഒരു ഭാഗത്ത് പല നിറത്തിൽ കാണപ്പെടുന്ന പൂക്കൾ, മറുഭാഗത്ത് നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പൂക്കൾ. ഇവ അതുപോലെ തന്നെ ഇത് പൂരിപ്പിച്ച ശേഷം ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. ഓക്കെ, ഇനി ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്.
അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ അപ്ലോഡ് ചെയ്ത ഉടനെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.